ഗൾഫ് രാഷ്ട്രങ്ങളിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഏതായാലും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത യുദ്ധമാണ്, നിരവധി കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത യുദ്ധമാണ്. വലിയ സമ്പന്നമായ നാഗരികതകൾ തകർത്തെറിഞ്ഞ, സമ്പന്നവും സമാധാനവും പരമായി ജീവിച്ചിരുന്ന ഒരു നാഗരികതയാണ്. മാത്രമല്ല കേരള സമ്പദ് വ്യവസ്ഥയുമായി ഡയറക്റ്റ് ലിങ്ക് ഉള്ള ഒരു സാമ്പത്തിക മേഖലയും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം തകർത്തെറിഞ്ഞ ഒരു യുദ്ധത്തിനാണ് താൽക്കാലികമായ ഒരു വിരാമം വരുന്നത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് യു എയിൽ നിന്ന്. റഹീസ്, ഈ സമാധാന ചർച്ചകൾ ഒരു നിർണായകമായ ടേണിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നു. ഒരു വെടിനിർത്തൽ തീരുമാനം വരുന്നു. തുടർ ചർച്ചകൾക്കുള്ള ഒരു വേദിയൊക്കെ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിലും ഗൾഫിൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൂഗിൾ ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. അത് ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസമുള്ള വാർത്തയാണ്. കാരണം ഈ യുദ്ധം ഇങ്ങനെ ഒരു 10-40 ദിവസമൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിലും എല്ലാ ദിവസവും രാവിലെ അലേർട്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുന്നു, ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കിയ പ്രഖ്യാപനമായിരുന്നു ട്രംപിന്റേത്. ആ ഒരു അദ്ദേഹത്തിന്റെ വാർണിംഗ് അത് വലിയ തോതിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സാരമായി തന്നെ അത് ബാധിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ ആശങ്ക ഉയർത്തുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയൊക്കെ ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. എന്തായാലും ആ ആശങ്ക ഒഴിഞ്ഞു പോയതിൽ വലിയ ആശ്വാസമുണ്ട്. പക്ഷേ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 1 മണിക്കൂർ മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ഇറാനെ ആക്രമിച്ചതിന്റെ ഒരു പ്രത്യാക്രമണം എന്ന തരത്തിലാകണം ആ ആക്രമണം ഉണ്ടായത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതാണ്ട് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. UAE ഒപ്പം തന്നെ ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെയും ആക്രമണം ഉണ്ടായത്. സൗദിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൗദിയിലും കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. കാരണം കഴിഞ്ഞ ദിവസവും ഒക്കെ രാത്രി വലിയ ആക്രമണം ഉണ്ടായത് സൗദിയിലായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോഴും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലുള്ളവർ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വലിയ ആശ്വാസം ഒരർത്ഥത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സാമ്പത്തിക മേഖല ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് ഘട്ടം ഘട്ടമായി വീണ്ടും തിരിച്ചു വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് കൂടി വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2 ആഴ്ച മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അത് ഏതു നിലയ്ക്ക് പോയി എന്ന് നമ്മൾ കണ്ടതാണ്. അതിൽ ഇരു കൂട്ടർക്കും ഒരുപോലെ താല്പര്യമില്ലാത്ത നിലയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നു. പക്ഷേ അതിന്റെ യാതൊരു തരത്തിലുള്ള ഒരു എഫക്റ്റും ഉണ്ടായില്ല. സാധാരണ നിലയിൽ എങ്ങനെ ആക്രമണം തുടരുന്നു ആ രീതിയിൽ തന്നെ തുടർന്നിരുന്നു. പിന്നെ മറ്റത് UAE ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തിക മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ചില റിലീഫ് പാക്കേജുകൾ അത് കൃത്യമായി അവർക്ക് പ്ലാൻ ചെയ്യാൻ ഒപ്പം തന്നെ നടപ്പിലാക്കാൻ ഒക്കെ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു സമയം കൂടിയാണ് ഈ 15 ദിവസം. അപ്പോൾ ആ നിലയ്ക്ക് സാമ്പത്തിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ പുതുതായി പ്ലാൻ ചെയ്യാൻ പറ്റുമോ അതിന്റെ ഒക്കെയും തുടക്കമിടുന്ന ഒരു സമയം കൂടിയാണിത്. പ്രത്യേകിച്ച് ഈ UAE ഒക്കെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മധു കൊട്ടാരക്കര പറഞ്ഞതുപോലെ അവർക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു കരാറിലേക്ക് എത്തിയാൽ പോരാ, മറിച്ച് സമാധാന കരാർ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് വിപുലമായ ഒരു കരാറായിരിക്കണം. ഇനിയുള്ള ഒരു മേൽ സമയങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നും ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും ക്ലോസുകളും ഒക്കെ ഉള്ള ഒരു കരാർ മാത്രമേ തങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലയ്ക്കായിരുന്നു UAEയുടെ നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള അൻവർ ഗർഗാസ്, പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് 2 ദിവസം മുമ്പ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഏതെങ്കിലും നിലയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു കരാറിലേക്ക് എത്തി ഈ വെടിനിർത്തൽ പ്രഖ്യാപനമോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന നിലയിലൊക്കെ പോകരുത് എന്നാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് കൂടി ഈ ഘട്ടത്തിൽ വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെയും എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് അത് UAE പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷാണ് കാര്യമായിട്ട് ഈ സമയത്ത് ഒക്കെയും UAEയുടെ നിലപാട് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ നിലയ്ക്ക് ഒരു പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും UAE എന്തായാലും ഈ ഘട്ടത്തിൽ ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് അംഗീകരിക്കുക തന്നെയാകും ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറണം. പിന്നെ മറ്റ് ഇത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അവിടെയൊക്കെ ഏർപ്പെടുത്തിയിരുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളൊക്കെയും പൂർണ്ണമായും എടുത്തു കളയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം.
കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ എണ്ണപ്പാടങ്ങൾ സംബന്ധിച്ചായാലും റിഫൈനറികൾ സംബന്ധിച്ചായാലും ഒക്കെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് കുവൈറ്റിനാണ്. അപ്പോൾ ആ നിലയ്ക്ക് കുവൈറ്റിനും തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ കുവൈറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം അത് ഏതാണ്ട് യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ഒരു ഘട്ടത്തിലും പൂർണ്ണതോതിൽ കൊണ്ടുവരാൻ പോയിട്ട് ഭാഗികമായി പോലും പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ കുവൈറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ചില പവർ ഗ്രിഡുകൾ, ഒപ്പം തന്നെ ഈ കടൽ വെള്ളം ശുചീകരിക്കുന്ന പ്ലാന്റുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണങ്ങളുണ്ട്. ആ ആക്രമണങ്ങളിൽ നിന്നെല്ലാം സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും ഒന്ന് തിരികെ കൊണ്ടുവരുന്നതിന്റെ നിലയിലേക്ക് ഈ 15 ദിവസത്തിനെ കാണുക. അതിനിടയിൽ ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായാൽ പിന്നീട് ഗൾഫ് രാജ്യങ്ങളൊക്കെയും ലക്ഷ്യമിടുന്ന വിഷൻ 2030, ഒപ്പം തന്നെ വിഷൻ 2036 ഇതിലേക്കൊക്കെയും വീണ്ടും ഊർജത്തോടുകൂടി കുതിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയും ഉള്ളത്. അപ്പോൾ അതിന് ഒരു ഉതകുന്ന തരത്തിലേക്ക് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം മാറുമെന്ന് കരുതാം. അതിനപ്പുറം കുറെ ചെറുകിട ബിസിനസ്സുകാരുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും വലിയ തിരിച്ചടി നേരിട്ട ഒരു സമയം കൂടിയാണിത്. സ്വാഭാവികമായിട്ടും ഒരു കുറെ അധികം റിലീഫ് പ്ലാനുകളൊക്കെയും ഈ രാഷ്ട്രങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ പരിധിയിലും അതിന്റെ വ്യാപ്തിയിലും ഒന്നും പെടാത്ത ഒരു വലിയ കൂട്ടം ഉണ്ട്. ആ കച്ചവടമൊക്കെയും തിരിച്ചു വരാൻ, അവരുടെ വ്യാപാരം തിരിച്ചു കൊണ്ടുവരാനൊക്കെയും പറ്റിയ ഒരു സമയം കൂടിയായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 1 മണിക്കൂർ മുൻപാണ് ഏറ്റവും ഒടുവിലെ ആക്രമണം ഉണ്ടായത്. പക്ഷെ അത് ഒരുപക്ഷെ അവസാന ആക്രമണമായി കാണാൻ കഴിയും എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. ആ നിലയ്ക്ക് പൂർണ്ണമായും ഈ ഇസ്രായേലും ഒപ്പം തന്നെ അമേരിക്കയും ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നത് ഇറാനും നിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇനി കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടാകില്ല എന്നാണ് ഈ 15 ദിവസം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വലിയൊരു ആക്രമണ മുനമ്പിൽ നിന്നും, അല്ലെങ്കിൽ അത്തരത്തിൽ ലോകം തന്നെ വിറച്ചു പോകാവുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണത്തിൽ നിന്നും ഒരു പ്രതീക്ഷയുടെ വെട്ടം ഉദിച്ചു വരികയും ഒപ്പം തന്നെ അത് പടരുകയും ചെയ്യുന്നതൊക്കെ വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എത്ര കണ്ട് ഇതൊക്കെ പ്രാവർത്തികമാകും എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ക്രിസ്റ്റീന ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.